ഹലോ ഡിയർ ഫ്രണ്ട്സ്, പത്രമാറ്റിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മളെ ദേവയാനി നയനെ കൊണ്ട് കഷായം കുടിപ്പിച്ച്. അപ്പം നയന പറയുകയാണ്, എൻ്റെ അമ്മ ഇതുപോലെയുള്ള കഷായങ്ങളൊന്നും കൊണ്ടുവന്ന് തരല്ലേ, ഇത് കുടിക്കാൻ വയ്യ, പാടാണ് എന്ന് പറയുമ്പം ദേവയാനി പറയും, എൻ്റെ അമ്മ എന്നെ കൊണ്ട് ഇതുപോലെ കുറേ കുടിപ്പിച്ചതാണ്, പക്ഷേ ഇത് ശരീരത്തിന് നല്ലതാണ്, എൻ്റെ മുത്തല്ലേ നീ, അപ്പോൾ നിൻ്റെ ശരീരം നന്നായാലല്ലേ എനിക്ക് സന്തോഷം ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ദേവയാനി അപ്പോഴത്തേക്കിനും ദേവയാനി അങ്ങോട്ട് പോവുകയാണേ. അപ്പോഴത്തേക്കിനും പാതി വഴി എത്തിയതിനു ശേഷം വീണ്ടും രണ്ടാളും മുഖം തിരിഞ്ഞു നോക്കുന്നുണ്ട്. എന്നിട്ട് ചിരിച്ചുകൊണ്ട് ചോദിക്കുകയാണ്, ഇനി എന്തെങ്കിലും വേണമെന്ന് ചോദിക്കുക. അപ്പം നയന പറയും, എൻ്റെ അമ്മോ ഇപ്പം തന്നെ വയറ് നിറഞ്ഞു, ഇനി രാത്രിയിലും ഭക്ഷണം കഴിക്കേണ്ട, എനിക്കിപ്പോൾ ഇനി ഒന്നും വേണ്ടെന്ന് പറഞ്ഞിട്ട് ചിരിച്ചിട്ട് രണ്ടാളും കൂടെ പോവുകയാണേ. അപ്പോഴത്തേക്കും നമ്മുടെ ജാനകി ഇങ്ങനെ സിറ്റ് ഔട്ടിൽ ഇരിക്കുകയാണ് കേട്ടോ. നമ്മുടെ ജലജ അങ്ങോട്ടേക്ക് കടന്നു വരികയാണ്. അപ്പോൾ ജാനകിയെ കണ്ടപ്പോഴത്തേക്കിനും ജലജ പറയുകയാണ്, നമ്മുടെ ഏടത്തിയുടെ സ്വഭാവത്തിൽ എന്തൊക്കെയോ ചെറിയൊരു വ്യത്യാസം കാണുന്ന പോലെ തോന്നുന്നു. ഞാൻ അങ്ങോട്ടേക്ക് ചെല്ലുമ്പോഴത്തേക്കിനും നയനേനെ മരുമകളിനെ കഷായം കുടിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അതിനകത്ത് ചെറിയൊരു ഭാവപ്പശക് എനിക്ക് തോന്നി എന്ന് പറയും കേട്ടോ. അപ്പോഴത്തേക്കിനും നമ്മുടെ ജാനകി പറയുകയാണ്, ഹോസ്പിറ്റലിൽ നിന്ന് വന്നതിന് ശേഷം നമ്മുടെ ഏട്ടത്തിയുടെ സ്വഭാവത്തിന് മാറ്റമുണ്ട്, മിക്കവാറും അത് ആദർശിനെയും ഏട്ടനെയും ഒക്കെ ഭയന്നിട്ടായിരിക്കുമെന്ന് പറയും കേട്ടോ. അപ്പോൾ ജാനകി പറയുകയാണ്, അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല, ഇനി മറിച്ചായാലാണ് പ്രശ്നമെന്ന് പറയും കേട്ടോ. ഇങ്ങനെ അമ്മായിയമ്മയും മരുമകളും ഒക്കെ ഒന്നിച്ച് നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ കാര്യം അധോഗതിയാകും എന്നിങ്ങനെ പറയുന്നുണ്ടേ. അപ്പത്തേക്കും നമ്മുടെ ജാനകി പറയുകയാണ്, ഓ, അർഹതയില്ലാതെ കയറി വന്നവളെ അത്ര പെട്ടെന്ന് ഏട്ടത്തിക്ക് സ്നേഹിക്കാൻ പറ്റുമോ? അത് തന്നെയല്ല ജാനകി, ഒരു കാര്യം നീ ശ്രദ്ധിച്ചോ, നമ്മുടെ അനാമിക മോളോട് നേരത്തെ ഉണ്ടായിരുന്ന സ്നേഹമുണ്ടോ? അവളോട് അധികമായിട്ട് സംസാരിക്കുന്നൊന്നുമില്ല. ഏത് സമയത്തും ഏട്ടത്തി നമ്മുടെ അടുക്കളയിലാണ്. അതും നയനയ്ക്ക് ഇഷ്ടമുള്ള ഭക്ഷണമാണ് കൂടുതലായിട്ടും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പം അങ്ങനെ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മൾ പെട്ടു. ഈ തറവാട് പിന്നെ നയനയുടെ കൈകളിലായിരിക്കും. ഇപ്പൊ തന്നെ ജുവല്ലറി ഏകദേശം പിടിച്ചടക്കിയ മാതിരിയാ. ഇനി അവളില്ലെങ്കിൽ മൂർത്തീസ് ജുവല്ലറിയും ഇല്ലെന്ന് മറ്റുള്ളവർ ഇങ്ങനെ പറയുന്നത് എന്ന് പറയും കേട്ടോ. അപ്പം ജാനകി ഇങ്ങനെ ചോദിക്കും, എന്താ അവളില്ലെങ്കിൽ മൂർത്തീസ് ജുവല്ലറി ഉണ്ടാകത്തില്ലേ എന്ന് പറയും. അപ്പോൾ നമ്മുടെ ജലജ പറയുകയാണ്, അങ്ങനെയൊന്നും അല്ല, അവളെ ഉയർത്തി കാട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ പറയുന്നത്, പക്ഷെ എന്തൊക്കെയോ ഒരു വശപ്പശ എന്നിങ്ങനെ ജലജ പറയുന്നുണ്ടേ. അടുത്തതായിട്ട് നമ്മുടെ വമ്പൻ ട്വിസ്റ്റുമായിട്ട് നമ്മുടെ അബി എത്തുകയാണ്. അബി ഇങ്ങനെ രാത്രി കിടന്നിട്ട് ഉറക്കം വരുന്നില്ല കേട്ടോ. അബി എന്നിട്ട് ഫോട്ടോ ഒക്കെ എടുത്ത് വെച്ചിട്ട് പെൺപിള്ളേരുടെ ഫോട്ടോയിൽ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നല്ലൊരു ഫോട്ടോ കണ്ടിട്ട് ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുകയാണ്, ഇവളെ എത്രയും പെട്ടെന്ന് ഒഴിവാക്കണം, ഒരു കുഞ്ഞൊക്കെ ആയതിനു ശേഷം ഇവളെ ഒഴിവാക്കിയേ പറ്റുള്ളൂ. ഭർത്താവിൻ്റെ സ്നേഹം കിട്ടാത്ത ഭാര്യ ഒരിക്കലും പിടിച്ചു നിൽക്കത്തില്ല, അതിനുശേഷം വേണം എനിക്കൊരു മറ്റൊരു വിവാഹമൊക്കെ കഴിക്കാൻ എന്നിങ്ങനെ മനസ്സിലോർത്തോടെ നിൽക്കുമ്പോഴത്തേക്കിനും അബിക്കൊരു കോൾ വരികയാണ്. അപ്പോഴത്തേക്കിനും ഗൾഫ് കോളാണല്ലോ, ഇത് എവിടുന്ന എന്നിങ്ങനെ നോക്കിയിട്ടാണ് അബി എടുക്കുന്നത്. എന്നിട്ട് ഫോൺ വിളിച്ചിട്ട് ഹലോ ആരാന്ന് മനസ്സിലായോ എന്ന് ചോദിക്കും. അപ്പോൾ പറയും ഇല്ല, ആരാണെന്നൊന്ന് പറയുകയും ചോദിക്കും. ഒരുപാട് പെൺപിള്ളേരുടെ പുറകെ നിന്നിട്ടുള്ളത് കൊണ്ട് പേരൊന്നും ഓർമ്മയില്ലായിരിക്കുമെന്ന് പറയും കേട്ടോ. അപ്പോൾ ഞാൻ ട്രാവൽ ഏജൻസിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന അനഘയാന്ന് പറയും കേട്ടോ. അനഘ എന്നാ ഉണ്ട് വിശേഷം, സുഖമാണോ എന്നൊക്കെ ചോദിക്കും കേട്ടോ. അപ്പം അനഘ പറയും, നല്ല വിശേഷമൊന്നുമല്ല, ഞാൻ നാട്ടിൽ നിന്ന് ഗൾഫ് കയറുമ്പോഴത്തേക്കിനും നിന്റെ കുട്ടി ഉണ്ടായിരുന്നു എൻ്റെ വയറ്റിൽ, ഇപ്പോൾ കുട്ടി വളർന്നു, അവൻ അച്ഛൻ ആരാണെന്ന് ചോദിക്കുകയാണ്, അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഞാൻ നാട്ടിലേക്ക് തിരിച്ചു വരികയാണ് എന്ന് പറയും കേട്ടോ. അപ്പോഴത്തേക്കിനും ആബി അങ്ങ് വേർതിരിക്കുകയാണ്. അപ്പം നിന്റെ കല്യാണം ഒന്നും കഴിഞ്ഞിട്ടില്ലല്ലോ എന്നിങ്ങനെ ചോദിക്കും കേട്ടോ. അപ്പോൾ ഇവനൊന്നും പറയാൻ പറ്റുന്നില്ല കേട്ടോ, കല്യാണം കഴിഞ്ഞെന്നും പറയാൻ പറ്റുന്നില്ല, ഒന്നും പറയാത്ത ഒരു അവസ്ഥയിൽ ഇങ്ങനെ നിൽക്കുക. അപ്പോൾ അനഘ പറയുന്നുണ്ട്, ഇല്ല നീ ഒന്നും പറയണ്ട, നീ പറഞ്ഞു തന്നാലും നിന്റെ കല്യാണം കഴിഞ്ഞില്ലെന്നേ നീ പറയുള്ളൂ എന്നിങ്ങനെ പറയും. അപ്പോൾ അതുകൊണ്ട് എനിക്കൊന്നും കേൾക്കേണ്ട, ഞാനും കുട്ടിയും എന്താണെങ്കിലും നാട്ടിലേക്ക് തിരിച്ചു വരികയാണ് എന്ന് പറയുകയാണ്. അഭി വല്ലാതെ ടെൻഷനിലിരിക്കുക കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ നവ്യ അങ്ങോട്ടേക്ക് വരികയാണ് കേട്ടോ. അപ്പം ഇവള് പാതി നമ്മുടെ നവ്യെല്ലാം കേട്ടിട്ടാണെന്ന പോലെയാണ് അങ്ങോട്ടേക്ക് വരുന്നത്. അപ്പോൾ ഇങ്ങനെ അഭിയെ നോക്കിയിട്ട് ചോദിക്കും, എന്താ എന്താ നിന്റെ മുഖത്തൊരു ടെൻഷൻ എന്ന് ചോദിക്കും. ഒന്നും ഇല്ല എന്ന് പറയും കേട്ടോ. അപ്പം നിന്റെ മുഖം നോക്കിയിട്ട് അങ്ങനെയല്ലല്ലോ, എന്തോ ടെൻഷനുള്ള മാതിരിയാണല്ലോ തോന്നുന്നതെന്ന് ഇങ്ങനെ പറയുവേ. അത് ആരെ വിളിച്ചതെന്ന് ചോദിക്കും കേട്ടോ. അപ്പോൾ ഗൾഫിൽ നിന്നുള്ള എൻ്റെ ഫ്രണ്ടാന്ന് പറയും. അപ്പോൾ നിന്റെ ഫ്രണ്ട് എന്താ വിളിച്ചിട്ട് പറഞ്ഞതെന്ന് ചോദിക്കും. അന്നേരത്തേക്കിനും അതിനിടയ്ക്ക് ചോദിക്കുന്നുണ്ട്, നിന്റെ ഫ്രണ്ട് ആൺസുഹൃത്തായിരുന്നോ പെൺസുഹൃത്തായിരുന്നോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതല്ല, നിന്റെ മുഖം ഒരുപാട് വാടിയിട്ടിരിക്കുകയാണല്ലോ, അതുകൊണ്ടാണ് ചോദിച്ചത്, എന്തെങ്കിലും കുഴപ്പം ഉണ്ടാവും, അതുകൊണ്ടാണ് നിന്റെ മുഖം ഇങ്ങനെ വാടിയിട്ടിരിക്കുന്നതെന്ന് ഇങ്ങനെ നവി പറയുന്നുണ്ട്.
അപ്പോഴത്തേക്കും നമ്മുടെ നവ്യ പറയുന്നുണ്ട്, നിന്റെ കാമുകിയായിരിക്കും എന്ന് പറയും. അപ്പോൾ അഭി ദേഷ്യത്തോടു കൂടി പറയണേ, അങ്ങനെയാണെങ്കിൽ അങ്ങനെ. എടാ അഭി, നിങ്ങളൊന്നും പറയില്ല. എടാ, എൻ്റെ 7ാം മാസമല്ലേ, നീ ഇങ്ങനെ പറയുമ്പോൾ എൻ്റെ മനസ്സ് വേദനിപ്പിക്കുകയാണ്. എൻ്റെ മനസ്സ് വേദനിപ്പിക്കാതെ നിനക്ക് ഇപ്പോഴെങ്കിലും ഒന്ന് ഇരുന്നൂടെ എന്നിങ്ങനെ പറയും കേട്ടോ. അപ്പോൾ നിന്റെ വീട്ടിൽ പോകാൻ സമയമായില്ലേ, നിനക്ക് പൊയ്ക്കൂടെ എന്നൊക്കെ ചോദിക്കും കേട്ടോ. അപ്പോഴത്തേക്കിനും നവ്യ പറയുന്നുണ്ട്, നീ ഇതുവരെ മാറിയില്ലേ, ഒരുപാട് ദൈവങ്ങൾ പരീക്ഷിച്ചതല്ലേ നിന്നെ. അപ്പോൾ ദൈവങ്ങളോ, എന്നെയോ? നീ അതെപ്പോഴാ? നീ മലയ്ക്ക് പോയപ്പോഴത്തേക്കിനും നിന്നെ പോലീസ് സ്റ്റേഷനിൽ കിടന്നു. അതുപോലെ തന്നെ ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടിയിട്ട് തെണ്ടി നടക്കേണ്ടി വന്നു എന്നൊക്കെ പറയും കേട്ടോ. അതൊക്കെ നിന്റെ കർമ്മത്തിന്റെ ബലമാണെന്നിങ്ങനെ നവ്യ പറയുകയാണെ. അപ്പോഴത്തേക്കും നമ്മുടെ അഭി പറയാണ്, വീട്ടിലേക്ക് കടന്നു വരുന്ന ഭർത്താവിന് നല്ല മനസ്സമാധാനം കൊടുക്കണം ഭാര്യമാര്, അപ്പോഴേ നല്ല ദാമ്പത്യം ഉണ്ടാവുള്ളൂ എന്നിങ്ങനെ പറയുന്നുണ്ട്. അപ്പൊ നവ്യം പറയാണ്, അതുതന്നെയാണ് ഭാര്യയ്ക്കും. ഏതൊരു ഭർത്താവും ഭാര്യയോട് ഒന്ന് തലോടാൻ, ഒന്ന് സാന്ത്വനിപ്പിക്കാൻ റെഡി ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഏതൊരു ഭാര്യയ്ക്കും നല്ല രീതിയിൽ കിടന്ന് സുഖമായിട്ട് രാത്രിയിൽ ഉറങ്ങാൻ പറ്റുമെന്നിങ്ങനെ നവ്യം പറയാണ്. അവൾക്ക് നാളെ പറ്റി ഒരു പ്രതീക്ഷയൊക്കെ ഉണ്ടാവും. നീ എന്നെ പറ്റി ഓർക്കണ്ട, എൻ്റെ കുഞ്ഞിനെ പറ്റിയെങ്കിലും ഓർത്തൂടെ. ഞാനിപ്പോൾ നിന്റെ മൊബൈലിൽ നോക്കാറില്ല, കാരണം ഞാൻ നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് ടെൻഷൻ കൂടും. കാരണം ആൺ സുഹൃത്തുക്കൾ നിനക്കില്ല, പെൺ സുഹൃത്തുക്കളുടെ ഘോഷയാത്രയാണല്ലോ നിനക്കുള്ളത്. അല്ല, നീ ആ കുടുംബത്തിലേ അല്ലല്ലോ. 8 ഗുണം 10 ഗുണം എന്നു പറഞ്ഞിട്ട് നയന് പോയി കിടക്കാൻ പോകും കേട്ടോ. അങ്ങനെ അഭി പിന്നെ കൂടുതലായിട്ടൊന്നും സംസാരിക്കാതെ പോയി കിടക്കാനായിട്ട് ഒരുങ്ങുവാണ്. അപ്പം ഇങ്ങനെ അഭി മനസ്സിൽ വിചാരിക്കുകയാണ്, രാക്ഷസിമാരെല്ലാവരും കൂടെ ഒന്നിച്ച് വരികയാണല്ലോ, ഇനി ആ അനഘ എപ്പോഴാണ് വരുന്നതെന്ന് അറിയത്തില്ല എന്നിങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ടേ. നമ്മുടെ അഭിയാണെങ്കിൽ ഉറക്കില്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ്. ഇടയ്ക്കിടയ്ക്ക് നവ്യയുടെ മുഖം നോക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഫ്ലാഷ് ബാക്ക് എന്നോണം നമ്മുടെ അഭി ഇങ്ങനെ കാണുകയാണ് കേട്ടോ. അഭി നോക്കുമ്പോഴത്തേക്കിനും നമ്മുടെ അനഘ കാറിൽ വന്ന് ഇറങ്ങുകയാണ്. എന്നിട്ട് അഭി ഓടിച്ചെന്ന് അനഘയുമായിട്ട് സംസാരിക്കും കേട്ടോ. അപ്പം നീ എന്താ ഇവിടെ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ, നീ എന്താ പെട്ടെന്ന് കാണാമെന്നോ പറഞ്ഞല്ലോ, എന്തുകൊണ്ടാണ് പെട്ടെന്ന് കാണണമെന്ന് പറഞ്ഞത് എന്നിങ്ങനെ അഭി ചോദിക്കും കേട്ടോ. അപ്പോൾ അനഘ പറയും, എനിക്ക് നിന്നെ കാണണമെന്ന് തോന്നി, ഒരുപാട് സന്തോഷം തോന്നി, നമ്മുടെ സ്നേഹത്തിൻ്റെ ഒരു അംശം എൻ്റെ ശരീരത്തിൽ വളരുന്നുണ്ട്, നീ ഒരു അച്ഛനാകാൻ പോവാണ് എന്നിങ്ങനെ ഒരു സന്തോഷത്തോടെ പറയുന്നതൊക്കെ അഭി ഇങ്ങനെ കാണുകയാണ്. അച്ഛനോ എന്നിങ്ങനെ ഡൗട്ടോട് കൂടി എന്നിട്ട് അഭി ചോദിക്കും കേട്ടോ. അതെ, നീ എന്നെ ഒരുപാട് സ്നേഹിച്ചതല്ലേ, നീ താലി കെട്ടുന്ന കാര്യമൊക്കെ നിന്നോട് ചോദിച്ചുകൊണ്ടിരുന്നപ്പോൾ നീ അന്നൊന്നും ഒരു മറുപടിയും പറഞ്ഞില്ല. എന്നാൽ പല ഹോട്ടൽ മുറികളിലായിട്ട് നമ്മൾ കല്യാണത്തിന് മുന്നേ താമസിച്ചിട്ടുമുണ്ട് എന്നിങ്ങനെ പറയും കേട്ടോ. അപ്പം നമ്മുടെ അഭി പറയും, നീ ഒരു കാര്യം മനസ്സിലാക്കണം, അനന്തപുരി തറവാട് എന്ന് പറയുന്ന വലിയൊരു തറവാടാണ്. അവിടെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടന്നു കഴിഞ്ഞാൽ നാണക്കേടുണ്ടാവും എന്നിങ്ങനെ പറയും കേട്ടോ. അപ്പം നമ്മുടെ അനഘ പറയും, ഇതെന്താ ആണുങ്ങൾക്ക് മാത്രമേ ഇങ്ങനെയൊക്കെ ഉള്ളൂ നാണക്കേടുള്ളൂ, പെണ്ണുങ്ങൾക്ക് നാണമില്ലേ എന്നിങ്ങനെ ചോദിക്കും. അത് തന്നെയല്ല, പെൺകുട്ടികളാണെങ്കിൽ ഈ ഒരു കാര്യം വന്നു കഴിഞ്ഞാൽ സമൂഹത്തിൽ എല്ലാവരും പെൺകുട്ടികളെ മാറ്റി നിർത്തും. സമൂഹം ഒത്തിരി വലുതായിട്ടുണ്ടെങ്കിലും ഈ ഒരു കാര്യം വന്നു കഴിയുമ്പോൾ അവർ ഏറ്റവും അധികം കുറ്റപ്പെടുത്തുന്ന പെൺകുട്ടികളെയാണ് എന്നിങ്ങനെ പറയും കേട്ടോ. അപ്പോൾ അബി ഇങ്ങനെ പറയേ, ഇതിന് പരിഹാരം ഉണ്ടല്ലോ അനക്ക എന്ന് പറയും കേട്ടോ. അപ്പോൾ അനക്ക പറയുകയാണ്, ഇതിന് പരിഹാരം ഒന്നേ ഉള്ളൂ, നീ എന്നെയും എൻ്റെ കുഞ്ഞിനെയും ഏറ്റെടുക്കണം. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നീ എൻ്റെ കഴുത്തിലൊരു താലി കെട്ടണം. അപ്പോൾ അഭി ചോദിക്കുക, അത് മാത്രമേ ഇതിന് പരിഹാരമുള്ളൂ എന്ന് ചോദിക്കുക. എൻ്റെ നോട്ടത്തിൽ അത് മാത്രമേ ഈ ഒരു പരിഹാരമുള്ളൂ എന്നിങ്ങനെ അനഘയും പറയുന്നുണ്ട്. അപ്പോഴത്തേക്കും നമ്മുടെ അഭി പറയുകയാണ്, ഇന്നത്തെ കാലത്ത് പെൺകുട്ടികൾക്ക് ഇതൊരു വലിയ വിഷയമൊന്നുമല്ല, ഞാനൊരു സ്ഥലം പറഞ്ഞുതരാം, നീ ആ സ്ഥലത്തേക്ക് പോയാൽ മതി, അവിടെ ബാക്കി എല്ലാ കാര്യങ്ങളും അവർ നോക്കിക്കോളൂ എന്ന് പറയും കേട്ടോ. അപ്പോഴത്തേക്കിനും അനഘ പറയുകയാണ്, ഒരു അബോർഷനെ പറ്റിയിട്ടാണോ നീ ചിന്തിക്കുന്നത്? അപ്പോഴത്തേക്കിനും നമ്മുടെ അനഘയ്ക്ക് അങ്ങോട്ട് കലിപ്പൂണ്ടിട്ട് നമ്മുടെ അബിയുടെ കോളറിനെ കൊണ്ട് കുത്തിപ്പിടിക്കുക കേട്ടോ. എന്നിട്ട് പറയാണ്, എനിക്കറിയാം നീ ഇങ്ങനെ തന്നെ പറയുള്ളൂ, ആണുങ്ങളുടെ എല്ലാവരുടെയും സ്വഭാവം ഇത് തന്നെയാണ്. എന്നാൽ കേട്ടോ, ആ കുഞ്ഞ് ജനിക്കും, അത് വളരും, എൻ്റെ നിന്റെ കുഞ്ഞായിട്ട് തന്നെ അത് വളരുകയും ചെയ്യും എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ ഇത്രയും നേരം കണ്ടത് അബിയുടെ സ്വപ്നമായിരുന്നു കേട്ടോ. അബി ഇങ്ങനെ ഉറക്കത്തിൽ നിന്ന് ഞെട്ടി എണീക്കുവാണ്. അബി ഇങ്ങനെ വീണ്ടും ഉറങ്ങാനായിട്ട് കിടക്കുകയാണ്. പിന്നീട് വീണ്ടും ഇങ്ങനെ കാണുക കേട്ടോ, അബിയും അനഘയും സംസാരിക്കുന്നു, അവരാദ്യമായിട്ട് പരിചയപ്പെട്ട രംഗങ്ങളൊക്കെ. അപ്പോൾ അബി ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, നിനക്ക് അറിയാമായിരുന്നല്ലോ ഞാൻ അനന്തപുരി തറവാട്ടിലെ പയ്യനാണെന്ന്, മനഃപൂർവ്വമല്ലേ നീ എൻ്റെ പുറകെ നടന്നത് എന്നിങ്ങനെ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ അനഘ പറയുന്നുണ്ട്, ഞാനല്ലല്ലോ നിൻ്റെ പുറകെ നടന്നത്, നീ മനഃപൂർവ്വം എന്നെ ഫോളോ ചെയ്തിട്ട് ഫോൺ വിളിച്ച് നീ എന്നെ വശത്താക്കിയതല്ലേ എന്നിങ്ങനെ ചോദിക്കും കേട്ടോ.
അപ്പോഴത്തേക്കിനും അഭി പറയുകയാണെ പരിധി വിട്ട് ബന്ധങ്ങളൊക്കെ പോയപ്പോഴത്തേക്കിനും നിനക്ക് അതിന് വേണ്ടിയിട്ട് പ്രിക്കോഷൻ എടുത്തുകൂടായിരുന്നു. നീ എന്തുകൊണ്ടാണ് പ്രിക്കോഷൻ എടുക്കാതിരുന്നത്? നിനക്ക് അനന്തപുരി തറവാട്ടിലെ മരുമകളായിരുന്നോ ആകണമായിരുന്നു, അത് തന്നെയല്ലായിരുന്നു ലക്ഷ്യമെന്ന് ചോദിക്കുവേ. അപ്പോഴത്തേക്കിനും നീ എന്താ ഈ പറഞ്ഞു വരുന്നതെന്ന് ചോദിക്കും. അതെ, അത് തന്നെയാണ്. നിന്റെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞ് എൻ്റേതാണെന്ന് എനിക്ക് എങ്ങനെ ഉറപ്പിക്കാൻ പറ്റും? അപ്പോഴത്തേക്കിന് അനഘ ചോദിക്കും, പിന്നെ ഇത് ആരുടെ കുഞ്ഞാടാ എന്ന് ചോദിക്കും കേട്ടോ. അപ്പോഴത്തേക്കിന് അഭി പറയും, എനിക്കറിയത്തില്ല എന്നിങ്ങനെ പറയും. അനഘ ഇങ്ങനെ ദേഷ്യം വന്നിട്ട് അഭിക്കിട്ട് ഒറ്റ അടി കൊടുക്കുവാണ്. അപ്പോൾ അടി കൊടുത്തിട്ട് അങ്ങനെ അനഘ അങ്ങോട്ട് പോവുക കേട്ടോ. അപ്പോഴത്തേക്കിനും നമ്മുടെ അഭി ഉറക്കത്തിലായിരുന്നു. അപ്പോൾ പെട്ടെന്ന് ചാടി എണീച്ചിട്ട് മുഖത്തിങ്ങനെ കൈയും പിടിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുക കേട്ടോ. വീണ്ടും രാത്രിയല്ലേ, നമ്മുടെ അഭിക്ക് കിടന്നിട്ട് ഉറക്കം വരുന്നില്ല കേട്ടോ. ലൈറ്റ് ഇട്ട് പെട്ടെന്ന് എണീച്ചിട്ട് വെള്ളം കുടിക്കുകയാണ്. അപ്പോഴത്തേക്കിനും നമ്മുടെ നവ്യ എണീക്കും കേട്ടോ. നവ്യ എണീച്ചിട്ട് എന്താ നിനക്ക് എന്താ പറ്റിയത്? നിനക്ക് കിടന്നിട്ട് ഉറക്കമൊന്നും വരുന്നില്ലല്ലോ എന്ന് ചോദിക്കുക. അത് തന്നെയല്ല, നിനക്ക് ഏതെങ്കിലും പെൺകുട്ടികളെ വിളിക്കണോ എന്നിങ്ങനെ ചോദിക്കും കേട്ടോ. അതെന്താ നീ അങ്ങനെ പറഞ്ഞത്? അല്ല, രാത്രിയിലല്ലേ നിനക്ക് പെൺകുട്ടികളെ വിളിക്കാനുള്ളത്? എൻ്റെ നവ്യ, നീ അങ്ങനൊന്നും പറയല്ലേ, എൻ്റെ തലയ്ക്ക് ചൂട് പിടിച്ചിരിക്കുക എന്ന് പറയും കേട്ടോ. അപ്പം നവ്യ പറയും, എന്നാൽ കുറച്ച് വെള്ളം കോരി ഒഴിക്കാൻ പറയും കേട്ടോ. അപ്പം നിനക്ക് ഇത്രയ്ക്ക് തലയ്ക്ക് ചൂട് പിടിക്കാനും മാത്രം ഇതെന്താ ഇത്ര പ്രശ്നം? കമ്പനിയിലൊരു വെറും ഒരു സ്റ്റാഫല്ലേ നീ? പിന്നെ നിനക്ക് ഇങ്ങനെ ചൂട് പിടിക്കാൻ വേണ്ടിയിട്ട് നീ കമ്പനിയിൽ മലമറിക്കുന്ന പണിയൊന്നും അല്ലല്ലോ ചെയ്യുന്നത്. പിന്നെ എന്താ എത്ര പ്രശ്നം എന്ന് ചോദിക്കുവേ. അപ്പോൾ അഭി പറയും, നീ തന്നെയാണ് എൻ്റെ പ്രശ്നം, ഉറക്കത്തിൽ പോലും ഒരു സമാധാനവും തരത്തില്ലെന്ന് ഇങ്ങനെ പറയും കേട്ടോ. അപ്പോഴത്തേക്കും നവ്യ പറയാണ്, അതിൽ നീ ഉറങ്ങുന്നില്ലല്ലോ, ആത്മാക്കളെ പോലെ ഇങ്ങനെ ഉണർന്നിരിക്കുകയല്ലേ എന്നൊക്കെ ചോദിക്കും കേട്ടോ. അപ്പോൾ എൻ്റെ പ്രശ്നം എന്താണെങ്കിലും അത് നിന്നെ കൊണ്ട് പരിഹരിക്കാൻ പറ്റത്തില്ല. അപ്പം നീ കിടന്ന് ഉറങ്ങാൻ നോക്കുമെന്ന് പറയും കേട്ടോ. അപ്പോൾ ഇങ്ങനെ രണ്ടാളും കൂടെ ലൈറ്റൊക്കെ ഓഫ് ചെയ്തിട്ട് വീണ്ടും കിടക്കും. അപ്പോഴത്തേക്കിനും നമ്മുടെ നവ്യ പറയുകയാണ്, മനുഷ്യനെ ഉറങ്ങാനും സമ്മതിക്കുന്നില്ലെന്ന്. വീണ്ടും അഭി ഇങ്ങനെ ഉറങ്ങാൻ കിടക്കുക കേട്ടോ. വീണ്ടും ഇങ്ങനെ അനഘ മനസ്സിലേക്ക് വരികയാണ്. അപ്പോൾ അനഘ വന്നിട്ട് ലാസ്റ്റ് പറയുന്നത് ഓർമ്മ വരുന്നത്, ഒരു യാത്ര പറച്ചിലിന് വേണ്ടിയിട്ടാണ് ഞാൻ വന്നത് എന്നിങ്ങനെ അനഘ പറയും കേട്ടോ. എൻ്റെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞ് നിൻ്റേതല്ലെന്ന് നീ പറഞ്ഞ നിമിഷം തൊട്ട് നീയും എൻ്റേതല്ലാതായി. ഇനി എനിക്ക് നാട്ടിൽ നിൽക്കാൻ പറ്റത്തില്ല. ബന്ധുക്കളും നാട്ടുകാരും എല്ലാവരും കുറച്ച് കഴിയുമ്പോൾ ചോദിച്ചു തുടങ്ങും കുഞ്ഞിൻ്റെ അച്ഛൻ ആരാണെന്ന്. അപ്പോൾ അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഗൾഫിലേക്ക് പോകാമെന്നിങ്ങനെ പറയും കേട്ടോ. അവിടെ ബന്ധുക്കളുണ്ടെന്ന് നിനക്കറിയാമല്ലോ. പക്ഷെ അവരുടെ അടുത്തേക്കൊന്നും അല്ല ഞാൻ പോകുന്നത്. അവിടെ എനിക്ക് കുറച്ച് സുഹൃത്തുക്കളുണ്ട്, നല്ല സുഹൃത്തുക്കളുണ്ട്. അവരോട് ഞാൻ കാര്യം പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞത് പെട്ടെന്ന് കയറി വരാനാണ് എന്നിങ്ങനെ പറയുവേ. അപ്പോൾ നിനക്ക് മനസ്സമാധാനം ആയല്ലോ എന്നിങ്ങനെ അനഘ പറയും കേട്ടോ. അന്നത്തേക്കിനും നമ്മുടെ അഭി പറയുകയാണ്, അല്ല നീ പെട്ടെന്ന് ഒരു നിമിഷം വന്നിട്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കാ ദേഷ്യം വരാതിരിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ കുഞ്ഞിന് നിൻ്റെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞ് എൻ്റെ കുഞ്ഞല്ലാതാവുമോ എന്നിങ്ങനെയൊക്കെ അഭി ചോദിക്കുന്നുണ്ട്. നീ ആദ്യം പറഞ്ഞത് സത്യം. നിന്നെപ്പോലെയുള്ളവന്മാരെ സ്നേഹിക്കുന്ന പെൺകുട്ടികൾ തന്നെയാണ് തെറ്റുകാർ. അങ്ങനെ നോക്കുമ്പോൾ എൻ്റെ ഭാഗത്തും വീഴ്ചകൾ വന്നിട്ടുണ്ട്. അത് മനസ്സിലാക്കിയിട്ട് തന്നെയാണ് ഞാൻ ഈ നാട്ടിൽ നിന്ന് പോകാമെന്ന് പറഞ്ഞത്. എന്തായാലും എൻ്റെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിനെ ഞാൻ കളയാൻ പോകുന്നില്ല. പ്രസവിക്കുകയും ചെയ്യും, വളർത്തുകയും ചെയ്യും. അന്യനാട്ടിൽ അച്ഛനില്ലാത്ത ജീവിക്കുകയും ചെയ്യും. എന്നാൽ എപ്പോഴെങ്കിലും ഒരു തിരിച്ചടി ഉണ്ടായെന്നാൽ, ആ കുഞ്ഞിനെ എനിക്ക് വളർത്താൻ സാധിക്കാതെ വന്നാൽ ഞാൻ തീർച്ചയായിട്ടും നാട്ടിലേക്ക് തിരിച്ചു വരും. നിൻ്റെ അടുത്ത് തന്നെ വരും. അപ്പോൾ നീ അതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ അപ്പോൾ ചെയ്യണം. അപ്പോൾ വീണ്ടും ഇങ്ങനെ അഭി ഓർക്കുകയാണ്. അപ്പോൾ വളർത്താൻ സാഹചര്യം ഉണ്ടായില്ലെങ്കിൽ അവൾ തിരിച്ചു തന്നെ വരിക തന്നെ ചെയ്യും എന്നിങ്ങനെ വിചാരിക്കാം. ഏതൊക്കെയാലും ഇപ്പോൾ രക്ഷപ്പെട്ടല്ലോ എന്ന് പറഞ്ഞിട്ട് അവനിങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുകയാണ്. വീണ്ടും അവൻ കിടന്നുറങ്ങുമ്പോൾ വീണ്ടും മനസ്സിലേക്ക് അവനിങ്ങനെ തിളച്ച് വരികയാണ്. ഞാനും കുഞ്ഞും നാട്ടിലേക്ക് വരിക തന്നെ ചെയ്യും, എന്നെയും കുഞ്ഞിനെയും ഏറ്റെടുക്കണം എന്ന് അനഘ പറയുന്ന വോയിസ് കേട്ടിട്ട് അഭി ഇങ്ങനെ സങ്കടത്തോടെ ഇരിക്കുന്ന സമയത്താണ് ഇന്നത്തെ എപ്പിസോഡ് കഴിയുന്നത്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഓക്കെ, താങ്ക് യു.